എങ്കിലും ഇതിന്ന് പകൽക്കാലം ധൈര്യത്തോടെ അതിന്റെ ബലം ഉൾക്കൊണ്ടുകൊണ്ട് ഹൃദയത്തിനകത്തുനിന്ന് പ്രാഗൽഭ്യത്തോടെ വിളിച്ചു പറയുവാൻ സ്വർഗം ഞങ്ങളെ ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. കേട്ട വചനത്തിന് കീഴിൽ അല്പസമയം ഇരിക്കുമ്പോൾ ദൈവകൃപ ഞങ്ങളെ മൂടണം, രോഗസൗഖ്യത്താൽ നിറയ്ക്കണം, ശക്തീകരിക്കണം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. യഹോവ എന്റെ ഇടയനാകുന്നു. ആമേൻ. ഞങ്ങളുടെ ഇടയനല്ല, എന്റെ ഇടയൻ എന്ന ഉത്തമ ബോധ്യമുള്ളവർ തങ്ങളുടെ വാർത്തയെ എന്റെ ഇടയനാകുന്നു. പലപ്പോഴും വചനമെടുക്കുമ്പോ എന്റെ ജീവിത സാക്ഷ്യവുമായി ജീവിത അനുഭവങ്ങളുമായി ചേർന്ന് സാമീൻ വചനമെടുക്കുവാൻ കർത്താവ് പ്രാഗൽഭ്യം തരുന്ന കൃപയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. എനിക്ക് പ്രാഗൽഭ്യത്തോടെ പറയുവാൻ കഴിയും, യഹോവ എന്റെ ഇടയനാകുന്നു. ആമീൻ, ആമീൻ, ഹല്ലേലൂയ. ഒരു ശത്രുവും എന്റെ കൂടാരത്തിൽ പാർക്കുകയില്ല, ഒരു അന്ധകാര ശക്തിയും ഞങ്ങളുടെ നന്മയുടെ മേൽ തൊടുകയില്ല. കാരണം എന്താണെന്നറിയാമോ? അവൻ എന്റെ ഇടയനാകുന്നുണ്ട്. ദൈവത്തെ സ്തുതിക്കുന്നു. ആമീൻ. എന്താ ഇടയന്റെ പ്രത്യേകത? ഇടയന്റെ ജോലി എന്താ ഇടയന്റെ ജോലി? ആടുകളെ മേയിക്കുന്നത് ആമീൻ പലരും ചെയ്യും. എന്നാൽ ഒറിജിനൽ ഇടയന്റെ പരിപാടി എന്ന് പറഞ്ഞാൽ അതിനായി ഞാൻ മറ്റൊരു രാജ്യത്തേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോകാൻ പോകുകയാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തെ സ്തുതിക്കുന്നു. ആമീൻ. ഇടയൻ എന്ന് പറഞ്ഞാൽ ആടുകളെ ആമീൻ മാന്യമായി നോക്കി ഇതിൽ ഒന്നുപോലും നഷ്ടപ്പെട്ടു പോകാതെ തകർത്ത് കളയാതെ ഹല്ലേലൂയ ആമീൻ ഇതിനെ പരിപാലിക്കുന്ന ഉത്തരവാദിത്തമായി ഇടയന്റേതാണ്. പ്രൈസ് ദി ലോർഡ്. ഇത് മനസ്സിലാക്കണമെങ്കിൽ പാലസ്തീൻ രാജ്യത്തിന്റെ പശ്ചാത്തലത്തിലേക്ക് നാം ഒന്ന് കടന്നു ചെല്ലണം. ആമീൻ. ദൈവത്തിന്റെ കൃപയാൽ 66ഓളം രാജ്യങ്ങളിൽ ഞങ്ങളുടെ കമ്പനിക്ക് ഓപ്പറേഷൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ പല രാജ്യങ്ങളിലും കടന്നു പോകുവാനും ഒത്തിരി ആമീൻ രാജ്യങ്ങളെ കുറിച്ച് ഇന്റർനെറ്റിലൊക്കെ പഠിക്കുവാനും ദൈവാത്മാവിൽ കൃപ തരുന്ന ദൈവത്തെ സ്തുതിക്കുകയാണ്. പാലസ്തീന്റെ പശ്ചാത്തലം, പാലസ്തീൻ മരുഭൂമിയിലേക്ക് ചെന്നാൽ നമുക്കറിയാം അവിടെ ഒരുപാട് ആടുകളും ഒത്തിരി ആട്ടിടയന്മാരും ഉള്ളതാണ്. പ്രൈസ് ഗോഡ്. ഇടയനും ആടുകളും തമ്മിലുള്ള ബന്ധം ആമീൻ പ്രൈസ് ദി ലോർഡ് എങ്ങനെയായിരിക്കണം വളരെ വ്യക്തമായി പാലസ്തീനിലേക്ക് ചെന്ന് പഠിക്കാൻ കഴിയും. ആമീൻ. ഇവിടെയും ആടുകളുണ്ട്, ആട്ടിടയന്മാരുണ്ട്. എന്നാൽ ഇവിടെ ഇല്ലാത്തൊരു പ്രത്യേകതയുണ്ട്. ഒന്നാമത്തെ പ്രത്യേകത, നമ്പർ 1, 1000കണക്കിന് 2000കണക്കിന് വരുന്ന ഈ ആടുകളെ മേയിക്കുവാൻ ഒറ്റ ഇടയനേ ഉള്ളൂ. പ്രൈസ് ഗോഡ്, പ്രൈസ് ദി ലോർഡ്. അപ്പൊ 2000 വരുന്ന ഒരു ആട്ടിൻകൂട്ടത്തെ മേയിക്കുവാൻ ഒറ്റ ഇടയൻ മാത്രമേ ഉള്ളൂ. അത്രയുള്ള 3-4 ഇടയന്മാർ കൂടിയാണ് ആമീൻ ഇതിനെ തീറ്റയ്ക്കുവാനെ കൊണ്ട് കടന്നു പോകുന്നത്. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. രാത്രി ആമീൻ മറ്റൊരു പ്രത്യേകതയുണ്ട്. ഓരോ ആടുകളുടെയും പേരെടുത്ത് ഇടയന് നന്നായി അറിയാം. ഓരോ ആടുകൾക്കും പേരുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഈ ആടുകളെ വിളിക്കുന്ന ഇടയൻ പേരെടുത്ത ഹല്ലേലൂയ. ഓരോ ആടുകളെ കൂട്ടിൽ നിറയ്ക്കുമ്പോൾ പറയും ഇതിന്റെ പേര് മേരി. ഇതുണ്ടായപ്പോൾ ഇതിന്റെ തള്ള ചത്തുപോയതാ. ആമീൻ. ഇതിനെ കൊണ്ട് നടന്ന് എന്റെ പുറം പുറത്ത് കൊണ്ട് നടന്ന് ഇതിനെ ആഹാരം കഴിപ്പിച്ച് ഇത്രയും നാൾ ഞാൻ കൊണ്ടുവന്നു. ഹല്ലേലൂയ. ദൈവത്തെ സ്തുതിക്കുന്നു. ഓരോന്നിനെ കുറിച്ച് ഓരോ എക്സ്പീരിയൻസ് പറയാനുണ്ട്. ആമീൻ. മറ്റൊരു അടുത്ത ആമീൻ ആടിനെ പുറത്തോടക്കി ഈ ആടിന്റെ പേര് മാത്യു എന്നാ. ഇത് ഉണ്ടായപ്പോൾ തന്നെ ഇതിന്റെ കൈകാലുകൾക്ക് ക്ഷതം സംഭവിച്ചതാ. ഹല്ലേലൂയ. ഇതിന്റെ കൈകാലുകൾ അനങ്ങത്തില്ലായിരുന്നു. ഇതിനെയും ഞാൻ പുറത്തു കൊണ്ട് നടന്നതാ. ദൈവത്തെ സ്തുതിക്കുന്നു. ഓരോന്നിനെ കുറിച്ച് ഓരോ എക്സ്പീരിയൻസ് ദൈവത്തിന് പറയുവാനുണ്ട്. ഇവിടെ ഇരിക്കുന്ന ഓരോ ആടുകളെ കുറിച്ചും ദൈവത്തിന് ചിലത് പറയാനുണ്ട്. ഇറങ്ങിയപ്പോഴത്തെ അവസ്ഥയെ സ്വർഗം മാറ്റിയ കൃപയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. രോഗം കടന്നു വരട്ടെ, മരണങ്ങൾ കടന്നു വരട്ടെ, പ്രതികൂലങ്ങൾ കടന്നു വരട്ടെ. ലോകജനം ആമീൻ പ്രൈസ് ദി ലോർഡ് അലറി കരയുന്നത് പോലെ നാം കരയത്തില്ല. നമുക്കൊരു പ്രത്യാശയുണ്ട്. അത് മരണത്തെ ജയിക്കുന്ന പ്രത്യാശയാ, കഷ്ടത്തെ ജയിക്കുന്ന പ്രത്യാശയാ. എന്നാലും ഇങ്ങനെ പറഞ്ഞു, കർത്താവ് തന്നെ പറഞ്ഞിരിക്കുന്ന ലോകത്തില് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടും. അതുകൊണ്ട് ഈ കഷ്ടം വെച്ചോണ്ട് ഞാൻ പ്രൈസിന്റെ കഷ്ടം എന്റെ ജീവിത അവസാനം വരെ ഞാൻ കൊണ്ടുപോകുക. ആമീൻ പ്രൈസ് ദി ലോർഡ്. വചനം വായിക്കുന്നത് ഗ്രഹിക്കുന്നില്ലെങ്കിൽ അതുകൊണ്ട് എന്ത് പ്രയോജനമാണെന്ന് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. വചനത്തിൽ ആമീൻ ലോകത്തിൽ കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുക എന്ന് പറഞ്ഞു. ഞാൻ അതിനെ ജയിച്ചതുകൊണ്ടാണ്. ഞാൻ ജയിച്ചില്ല അതിന് വയസ്സാം കാലം വരെ, ജീവിതാവസാനം വരെ ഈ കഷ്ടം നടക്കേണ്ടി വന്നതിനെ ഹല്ലേലൂയ. എന്റെ ക്രൂശിലേക്ക് നീ നോക്കിയതുകൊണ്ട്, എന്റെ ക്രൂശിൽ നീ പങ്കാളിയായതുകൊണ്ട്, എന്റെ ക്രൂശിൽ നീ ആമീൻ പ്രൈസ് ദി ലോർഡ് ക്രൂശിലൂടെ രക്ഷ നീ നേടിയതുകൊണ്ട് ഹല്ലേലൂയ. നീ ഈ കഷ്ടത്തിൽ ഇരിക്കുവാനല്ല, ഈ കഷ്ടം നിന്നെ മൂടിക്കളയുവാനല്ല, ഇതിൽ നിന്ന് എഴുന്നേൽപ്പാൻ തക്കവണ്ണം ഒരു കൃപ ഞാൻ നിന്റെ മേൽ പകർന്നിട്ടുണ്ട്, ഒരു അതോറിറ്റി ഞാൻ നിന്റെ മേൽ പകർന്നിട്ടുണ്ട്. എന്നിൽ വിശ്വസിക്കുന്നവർ ഞാൻ ചെയ്യുന്നതിലും അധികം ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പ്, കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയത
അങ്ങനെയെങ്കിൽ വിശ്വാസത്തിന്റെ ഓപ്പോസിറ്റ് എന്തുവാ? അല്ല, അല്ല. വിശ്വാസത്തിന്റെ ഓപ്പോസിറ്റ് എന്താ? അവിശ്വാസം എന്ന് ലോകജനം പറയും. നാം പറയും വിശ്വാസത്തിന്റെ ഓപ്പോസിറ്റ്, എതിർപ്പദം എന്ന് പറഞ്ഞാൽ കാഴ്ചയാ. പ്രൈസ് ദി ലോർഡ്. ഈ മൈക്ക് എനിക്ക് കാണാൻ സാധിക്കും, ഇതിന്റെ കാഴ്ചയുടെ പ്രത്യേകതയാ. എന്നാൽ ഈ മൈക്ക് ഇല്ലെങ്കിൽ, മൈക്ക് ഉള്ളതുപോലെ എനിക്ക് ആരാധിക്കാൻ കഴിയുന്നുവെങ്കിൽ അവരുടെ വിശ്വാസമാണ്. ദൈവജനം അറിഞ്ഞു കൊള്ളട്ടെ. ഹല്ലേലൂയ. 2 പേരുണ്ടെങ്കിലും ഞാൻ പ്രസംഗിക്കും, 20,000 പേരുന്നാലും ഞാൻ പ്രസംഗിക്കും. ഹല്ലേലൂയ. ദൈവം ഉള്ളിൽ തന്നിരിക്കുന്ന വിശ്വാസത്തിന്റെ വ്യാപ്തി ഇന്ന് പകൽക്കാലം ചിലതിന്റെ ഉള്ളിൽ ക്രിയ ചെയ്തു തുടങ്ങട്ടെ. ഹല്ലേലൂയ. പരിമിതിയിൽ നിന്ന് പുറത്തു വരട്ടെ. നീ കാണുന്ന ഒരു കാഴ്ചയുണ്ട് നിന്റെ ജീവിതത്തെ കുറിച്ച്. ഇതിനപ്പുറം ഞാൻ പോകത്തില്ല, എനിക്ക് ഈ ഒരു മാടക്കടേ ഉള്ളൂ, എനിക്ക് ഇപ്പുറം ഇതിനപ്പുറം അങ്ങോട്ട് മുന്നേറുവാൻ കഴിയത്തില്ല. ദൈവത്തിന്റെ ആത്മാവിന്ന് രാത്രിക്കാലം ഉദ്ബോധിപ്പിക്കുന്നത് നിന്റെ വിശ്വാസ കണ്ണാൽ ഇല്ലാത്തതിനെ ഉള്ളതുപോലെ കണ്ടാൽ. ഹല്ലേലൂയ. ഞാൻ എന്തുകൊണ്ട് കാണണം? യഹോവ എന്റെ ഇടയനാകൊണ്ട് എനിക്ക് ഒരു മുട്ടും കടന്നു വരുവാൻ ദൈവം ഇടയാക്കുകയില്ലെന്ന് സങ്കീർത്തനക്കാരന്റെ കൂടെ ചേർന്നതുകൊണ്ടല്ല, അവൻ നിന്റേതായി ഇന്ന് പകൽക്കാലം വിളിച്ചു പറയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഈ ഓരോ ആടുകളെ വിളിച്ച് പുറത്തോട്ട് കൊണ്ടുപോകും. അതിന് വേണ്ടുന്ന ആഹാരവും അതിന് വേണ്ടുന്നതായ വെള്ളവും എല്ലാം കൊടുത്ത് ഒരു ദിവസം മുഴുവൻ കഴിഞ്ഞിട്ട് ഇതിനെ തിരിച്ചു കൊണ്ടിരുന്നതായ സമയത്ത് അത് നമുക്കുള്ളതിന്റെ കൂട്ട് ചെറിയ ആട്ടിൻ കൂട്ടത്തെ 2-3 ആടുള്ളതിനെ ഇടുവാനുള്ള കൂടുകളല്ല, മറിച്ച് പാലസ്തീനിൽ വലിയ കോട്ട പോലെ കെട്ടിയിട്ടേക്കുന്ന ആട്ടിൻ കൂട്ട ആടിന്റെ കൂടുകളാ. ഇത് 1-2 കിലോമീറ്റർ ഉൾക്കൊള്ളുന്നതല്ല, അതിലൊക്കെ അപ്പുറമായി വലിയ വിസ്തൃതിയിൽ പണിഞ്ഞിട്ടേക്കുന്ന ചെയിൻ പോലെ 6-7 അടി പൊക്കത്തിൽ ആൾക്കാർക്ക് കയറുവാൻ കഴിയാത്ത രീതിയിൽ പൊക്കത്തിൽ പാറക്കല്ലും കൊണ്ട് കെട്ടി ഉണ്ടാക്കിയതായ ഒരു കൂടാ. പ്രൈസ് ദി ലോർഡ്. പിന്നെ എങ്ങനെ ആടിനകത്തോട് കെട്ടുന്നത്? പ്രൈസ് ദി ലോർഡ്. ദൈവമൊക്കെ പ്രാർത്ഥനയോടെ ആയിരിക്കണം. ഈ ഭിത്തിയുടെ ഓരോ എത്ര 3 ആട്ടിടയന്മാരുണ്ടെങ്കിൽ 3 പേർക്ക് 3 സൈഡിൽ ഓരോ ദ്വാരങ്ങൾ ഉണ്ടാകും. പ്രൈസ് ദി ലോർഡ്. ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ദ്വാരങ്ങൾ കൂടെ ആളുകൾ അകത്തേക്ക് കടന്നു പോകും. അതിനകത്ത് സുഖമായി വിശ്രമിക്കുന്ന ദൈവത്തെ സ്തുതിക്കുന്നു. എന്നാൽ ഈ ആട്ടിടയൻ ഇതിനകത്ത് കടത്തിയിട്ട് ഒരു കല്ലോ തടിയോ കമ്പോ വെച്ചതിനെ മറച്ചിട്ട് മാറിപ്പോകുന്ന ഒരു ആട്ടിടയനല്ല. ആട്ടിടയന് പ്രത്യേകതയുണ്ട്. അവൻ ഈ കവർ ചെയ്ത്, ഈ ദ്വാരത്തെ കവർ ചെയ്ത് രാത്രികാലം ഒറ്റ കിടപ്പകിടക്കും. അതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? ആടുകൾ അകത്ത് സുഖമായി ഉറങ്ങുമ്പോൾ അന്ധകാര ശക്തികൾ വെളിയിൽ നിൽക്കുമ്പോൾ, കരടിയും സിംഹവും വെളിയിൽ നിൽക്കുമ്പോൾ ഇടനെ കീറാതെ ഒരൊറ്റ ആളുകളെ തൊടുവാൻ പിശാചിന് കഴിയുകയില്ല. അതവൻ പ്രൗഢധീരമായ വിശ്വാസം വർദ്ധിക്കട്ടെ, പ്രാർത്ഥന വർദ്ധിക്കട്ടെ. ഇന്ന് പരസ്പരം ഒരു കാര്യം ഓർത്തു വേണം, അവൻ നമ്മുടെ ദൈവത്തിന്റെ അനുമതിയില്ലാതെ നാം കീറപ്പെട്ടെടുത്ത് അവൻ കീറിയവനാ, നാം തുപ്പലത്തിനെടുത്ത് അവൻ ഏറ്റവനാ. അങ്ങനെയെങ്കിലും ദൈവം അറിയാതെ എന്റെയും നിന്റെയും ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല എന്നുള്ളത് ഇന്ന് പലക്കാലം നീ അറിഞ്ഞുകൊള്ളണം. ഹല്ലേലൂയ. സഹോദരൻ, നിരാശപ്പെട്ടിരിക്കാനല്ല, ദൈവത്തിന്റെ പേര് ചെയ്യുവാനുള്ള വിളിയാണ് നിന്റെ മേൽ കിടക്കുന്നതാണ്. പ്രാർത്ഥനയോടെ ഈ നാളുകൾ ആയിരിക്കുമെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി വിളിച്ചു പറയുന്നു. ഹല്ലേലൂയ. ലോകരാജ്യങ്ങളെ കീഴടക്കുന്ന അങ്ങനെ തന്നെ ദൈവത്തിന്റെ ആത്മാവിൽ ആലോചന. ഹല്ലേലൂയ. ശുശ്രൂഷയാൽ ഞാൻ നിന്നെ നിറയ്ക്കുമെന്ന് ദൈവത്തിന്റെ ആത്മാവ് ആലോചന അറിയിക്കുകയാണ്. നിനക്ക് വിക്കുണ്ടാകാം, നിനക്ക് തളമുണ്ടാകാം, നിനക്ക് ക്ഷീണമുണ്ടാകാം. ഹല്ലേലൂയ. എങ്കിലും ക്ഷീണമില്ലാത്ത, രോഗമില്ലാത്ത, പ്രതികൂലങ്ങളില്ലാത്ത ഒരു അപ്പച്ചനെ ഞാനും നീയും ആരാധിക്കുന്നേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തെ സ്തുതിക്കുന്നു. ഈ കിഴുത്ത അടച്ച ഈ ആട്ടിടയൻ കിടക്കും. അവന്റെ കയ്യിൽ കമ്പുണ്ട്, കോലുണ്ട്, വടിയുണ്ട്, കോലുണ്ട്. രാത്രിയിൽ ഉറക്കം അടച്ചിരിക്കുക, അകത്താടുകൾ സുഖമായി ഉറങ്ങുകയാ. മേലാ പറയരുത് ഇന്ന് രാത്രി ഞാൻ നല്ലതായിട്ട് ഉറങ്ങി എഴുന്നേറ്റെന്ന കൃപയാൽ ഞാൻ എഴുന്നേറ്റു എന്ന് പറഞ്ഞാട്ട. ഹല്ലേലൂയ. ദൈവമക്കളെ എന്ത് ചെയ്താലും അത് കൃപയാലാ. ഹല്ലേലൂയ. അകത്തോട്ട് പോയ ശ്വാസം പുറത്തോട്ട് വരുന്നെങ്കിൽ അത് കൃപയാണെന്ന് ദൈവമക്കൾ അറിഞ്ഞുകൊള്ളണം. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന്റെ ശക്തി ഓരോ ഉള്ളങ്ങളെയും ഇപ്പോൾ തന്നെ നിറച്ചുകൊണ്ടിരിക്കുകയാണ്. നന്ദി കൊണ്ട് ഹൃദയം തുള്ളിച്ചാടണം. ഇല്ലാത്തതിനെ നോക്കി ഹല്ലേലൂയ
അവൻ പരിഭവം പറയാതെ ഉള്ളതിനെ കണ്ടുകൊണ്ട് ദൈവത്തെ സ്തുതിക്ക്. അല്പത്തിൽ വിശ്വസ്തനായിരുന്നാൽ ഇതിനെ അധികത്തിൽ വിചാരകനാക്കുമെന്ന് ദൈവത്തിന്റെ യേശുവിന്റെ നാമത്തിൽ ജയം പ്രഖ്യാപിക്കുകയാണ്. ഇതിനകത്തോട്ട് കയറ്റിവിടുന്ന ആളുകളെല്ലാം പല ആട്ടിടയന്മാരുടെയാണ്. പക്ഷേ ഒരു കാര്യമുണ്ട് കേട്ടോ, പുറത്തോട്ട് പോകുന്നത് ഓരോ ഇടയന്മാർ ഓരോ വഴിക്കൂടാ. ശ്രദ്ധിക്കൊണ്ട്, ഇടയനും കൊണ്ട് കവടലേനും ഉണ്ട്. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അവൻ യഥാർത്ഥ ഇടയനെ മനസ്സിലാക്കുന്ന ആളുകൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. അന്നത്തെ കാലത്ത് ഈ പേര് വിളിച്ചോളതിനെ പുറത്തു കൊണ്ടുവരാൻ പറ്റത്തില്ല. കാരണം എന്താണെന്നറിയാമോ? ഈ പേര് വിളിച്ചോളാം, അവൻ ഇത്രയും പേരെ വിളിക്കുമ്പോഴത്തേക്കും രാത്രിയാകും. അതുകൊണ്ട് ഒരു പ്രത്യേക ശബ്ദം ഇവനങ്ങ് പുറപ്പെടുവിക്കും. ആടുകൾക്കും മനസ്സിലാകും, ഇടയനും മനസ്സിലാകും, ഈ ആട്ടിടയനെ അനുഗമിക്കുന്നതായ ആടുകൾ അവന്റെ പുറകെ ഇറങ്ങിപ്പോകുവാനിടയാകും. അടുത്ത ആട്ടിടയൻ അടുത്ത സ്ഥലത്ത് നിന്നുകൊണ്ട് ഒരു ശബ്ദം പുറപ്പെടുവിക്കും. അതിനൊക്കെ മനസ്സിലാകും, എന്റെ ഇടയൻ എന്നെ വിളിക്കുന്നു, ഞാൻ അവന്റെ കൂടെ പോകുകയാണ്. അടുത്ത ഇടയൻ അടുത്ത സ്ഥലത്ത് പോയി ഇതേപോലെ തന്നെ ചെയ്യും. അവസാനം ആ കൂട് കാലിയാകും. അവർ ഒന്നിച്ച് യാത്രയാകും. തിരിച്ച് രാത്രിയുടെ യാമങ്ങളിൽ കടന്നു വരും. ഹല്ലേലൂയ. ഇതാ ഒരു പ്രത്യേകതയാ. പാലസ്തീന്റെ പശ്ചാത്തലം ഇതായിരുന്നു. എല്ലാ ജോലിയുടെയും കൂടെ ആട്ടുകൃഷിയുമെന്നല്ല, ആട്ടുകൃഷി ഇമ്പോർട്ടന്റ് ആക്കിയ ഒത്തിരി ഇടയന്മാരുള്ള സ്ഥലമായിരുന്നു പാലസ്തീൻ. ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രി പകൽക്കാലവും ഒരു കാര്യം മനസ്സിലാക്കണം. ആട്ടിടയൻ ആടുകളെ അറിഞ്ഞാൽ മാത്രം പോരാ. ആടുകൾ തന്റെ ഇടയന്റെ ശബ്ദം അറിയണം. അവൻ എപ്പോഴാ വിളിക്കുന്നതെന്ന് അറിയത്തില്ല. രാത്രിയുടെ യാമങ്ങളിലായിരിക്കാം, നട്ട പകലായിരിക്കാം, എപ്പോഴായിരുന്നു അവന്റെ ശബ്ദത്തിനായി ചെവി കൊടുത്തിരിക്കുന്ന അനേക ഭക്തന്മാർ അവന്റെ മാറ്റത്തിലുണ്ടെന്ന് ദൈവത്തിന്റെ ആത്മാവിനെ ആലോചന അറിയിക്കട്ടെ. നീ ഈ ശബ്ദം കേൾക്കും. ഒത്തിരി പേർക്ക് കേൾക്കാത്ത ശബ്ദം രാത്രിയുടെ യാമങ്ങൾ നിന്റെ ചെവിക്ക് കേൾക്കാം. ഒത്തിരി പേർക്ക് കാണുവാൻ കഴിയാത്തത് നിന്റെ കണ്ണുകൾക്കും കാതുകൾക്കും കഴിയുക. ഒരു വെളിപ്പാടിനാൽ നിറച്ചിരിക്കുകയാണ്. ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇതിനകത്ത് ചില അനുസരണം കേട്ട ആളുകളുണ്ട് കേട്ടോ. ചില ഇത്രയും പേരെ നോക്കി നടത്താൻ ഇടയിൽ പറ്റുമോ? ചില സംശയ. രണ്ടാഴ്ച പാസ്റ്ററെ കണ്ടില്ല. ഒത്തിരി പേരായിപ്പോയി. പുള്ളി ഭയങ്കര ബിസിയാ. ദൈവത്തെ സ്തുതിക്കുന്നു. എടാ, എണ്ണത്തിന്റെ പെരുപ്പത്തിലല്ല, നീ ആയിരിക്കുന്ന ഈ അവസ്ഥയെ നല്ലവണ്ണം അറിയാവുന്ന ഒരു ഇടയനെ നാം സേവിക്കുന്നു. ദൈവത്തെ സ്തുതിക്കുന്നു. എന്റെ ഇടയനാകുന്നു. അതുകൊണ്ട് എനിക്കൊരു കുറ്റം വരുവാൻ എന്റെ ദൈവം ഇടയാക്കുകയില്ല. ദൈവത്തെ സ്തുതിക്കുകയാണ്. ചില അനുസരണം കെട്ട ആടുകൾ ഇവിടെ തന്നെ നിൽക്കും. കാരണം അതിന്റെ പേടിന്നറിയാമോ? തലേ ദിവസം രാത്രിയിൽ ഉറങ്ങാൻ കിടന്നപ്പോൾ അവൻ പുറത്ത് ഭയങ്കര ഒച്ചയും വെള്ളം കേൾക്കാം. കാരണം എന്താ? സിംഹവും കരടിയും ഇതിനകത്ത് കിടക്കുന്ന ആടുകളെ മാത്രമേ പിടിക്കത്തുള്ളൂ. കാരണം എന്താണെന്നറിയാമോ? ഇതിന് സംരക്ഷണയുണ്ട്. അതുകൊണ്ട് ആഹാരമുണ്ട്. അതാത് ദിവസങ്ങളിൽ നല്ല പുഷ്ടിയുള്ള ആഹാരം കഴിക്കുന്നത് കൊണ്ട് ഹല്ലേലൂയ ഇതിനകത്ത് കിടക്കുന്നതിനോട് അഭിശ്വാസം നോട്ടാം. ഹല്ലേലൂയ. അവൻ പുറത്ത് നിൽക്കുന്ന ആടിനെ തകർത്ത് കളഞ്ഞാൽ ചില വശപ്പ് മാറത്തില്ല. ഇതിനകത്ത് നിൽക്കുന്ന ചിലതിന് കൊഴുപ്പും ശക്തിയുമുള്ള ആടുകളെ പിടിക്കുവാൻ പുറത്ത് സദാസമയവും അവൻ ഒരു നിമിഷമെന്നല്ല കേട്ടോ, സദാസമയവും അവൻ സിംഹവും കരടിയും പുറത്തുണ്ടെന്നുള്ള കാര്യം മറന്നു പോകരുത്. നിന്റെ പ്രാർത്ഥന കുറഞ്ഞ നിന്റെ ഇടനെ നീ മറന്നുപോയാൽ ആ നിമിഷം ഈ അന്ധകാര ശക്തി നിന്നെ തകർത്ത് കളയുവാൻ